وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. ബുർദയിലെ 33-ാമത്തെ വരിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കയിലെ മലകൾ സ്വർണമാകാമെന്നാവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് തിരിഞ്ഞു കളഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേയറ്റത്തെ സുഹുദിൻ്റെ തെളിവാണിത്. മഅസൂമായ ഒരാളുടെ മേൽ ആവശ്യങ്ങൾ കടന്നുകയറുകയില്ല എന്നു പറഞ്ഞ ശേഷം ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകൈഫ തദൂ ഇലദ്ദുനിയ, വകൈഫ എങ്ങനെയാണ്, തദൂ ക്ഷണിക്കുക, ഇലദ്ദുനിയ ദുന്യാവിലേക്ക് ക്ഷണിക്കുക, ദുന്യാവിലേക്ക് വിളിക്കുക, ളറൂറത്തു മൻ ഒരു മഹാപ്രവാചകരുടെ ആവശ്യങ്ങൾ, അനിവാര്യതകൾ, ആ പ്രവാചകരുടെ സ്ഥാനമെന്താണ്, ലൗലാഹു അവർ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, ലം തുഖ്റജ് പുറത്തു കൊണ്ടുവരപ്പെടുമായിരുന്നില്ല, അദ്ദുന്യ ദുന്യാവ് തന്നെ, മിനൽ അദമി ശൂന്യതയിൽ നിന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുന്യാവ് തന്നെ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല. ദുന്യാവ് സൃഷ്ടിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. എങ്കിൽ പിന്നെ ആ ഒരു ദുന്യാവിലേക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യമാകുന്നത്? ആ ദുന്യാവിലേക്ക് എങ്ങനെയാണ് അവിടുത്തെ ആവശ്യങ്ങൾ ക്ഷണിക്കുന്നത്? ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. വകൈഫ എങ്ങനെയാണ് തദൂ ക്ഷണിക്കുന്നത്, ഇലദ്ദുന്യ ദുന്യാവിലേക്ക്, ലറൂറത്തു മൻ ഒരാളുടെ ആവശ്യം, മൻ എന്ന് പറഞ്ഞാൽ ഒരാൾ, അതാരാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ലൗലാ ഹു ആ പ്രവാചകർ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, ലം തുഖ്റജി ദുന്യ ദുന്യാവ് തന്നെ പുറത്തു കൊണ്ടുവരപ്പെടുമായിരുന്നില്ല, അദം മിനൽ അദമി ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരിയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഹദീസ്. ആ ഹദീസിൽ നിന്നാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചു. ആ സമയത്ത് അർശിൻ്റെ തൂണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതപ്പെട്ടത് കണ്ടു. സഅല ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഗ്ഫിറ ലഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് മുൻനിർത്തിക്കൊണ്ട് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇത് സഅൽതനി ബിഹഖിഹി, ആ നബിയുടെ ഹക്ക് കൊണ്ട് നിങ്ങളെന്നോട് ചോദിച്ച കാരണത്താൽ, ഫഖദ് ഗഫർതു ലക നിങ്ങൾക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു, വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞതാണ്. ആദം നബിയാണെങ്കിൽ മനുഷ്യരുടെ പിതാവാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാഹു ഭൂമിയെയും ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും മറ്റ് സൃഷ്ടികളെയും സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ പിതാവ്, ആ പിതാവിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതുകൊണ്ടാണ് ദുന്യാവ് തന്നെ പടക്കപ്പെട്ടത്. ആ സ്ഥിതിക്ക് എങ്ങനെയാണ് ദുന്യാവിലേക്ക് അവിടുത്തെ ആവശ്യങ്ങൾ ക്ഷണിക്കുക? അതുകൊണ്ടാണ് ആ മലകളോട്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശക്തമായ നിലയിൽ പുറംതിരിഞ്ഞത്. വകൈഫ തദൂ ഇല ദുനിയാ ളറൂറതു മൻ ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ അദമി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ഇത്രയും വരികളിലായി വിശദീകരിക്കപ്പെട്ട ആ വ്യക്തി ആരാണ്? കണ്ണിൽ നിന്ന് കണ്ണുനീര് രക്തപങ്കിലമാക്കി ഒലിപ്പിക്കാൻ ഒരു പ്രേമഭാജനത്തിൻ്റെ ഓർമ്മകൾ തികട്ടി വന്നതായിരുന്നുവല്ലോ. ആരാണ് ആ പ്രേമഭാജനം? ഇത്രയും വരികളിലായിട്ട് വിശദീകരിച്ചിട്ടുള്ള ആ ഒരു അടങ്ങാത്ത സ്നേഹത്തിൻ്റെ വക്താവ് ആരാണ്? മുഹമ്മദുൻ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണത്. തുറന്നു പറയുകയാണ് കവി ഇവിടെ ആരാണ് ആ വ്യക്തിയെന്ന്. മുഹമ്മദുൻ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സയ്യിദുൽ കൗനൈനി, ഇരു ലോകത്തിൻ്റെയും നേതാവാണ്. വസ്സഖലൈനി, ഇരു വർഗങ്ങളുടെയും നേതാവാണ്. വൽ ഫരീഖൈനി, ഇരു കക്ഷികളുടെയും നേതാവാണ്. മിൻ ഉർബിൻ, അറബികളും വമിൻ അജമിൻ, അനറബികളുമായിട്ടുള്ള ഇരു കക്ഷികളുടെയും നേതാവാണ്. സയ്യിദ്, നേതാവ്. ആവശ്യങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അഭയം തേടി ചെല്ലപ്പെടുന്ന വ്യക്തി. കൗനൈൻ, കൗനൈൻ, ഇരു ലോകങ്ങൾ അഥവാ ദുന്യാവും ആഖിറവും, ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും നേതാവാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വസ്സഖലൈൻ, സഖലൈൻ എന്ന് പറഞ്ഞാൽ രണ്ടു വർഗം, മനുഷ്യവർഗവും ജിന്ന് വർഗവും. കൗനൈനി എന്ന് പറഞ്ഞ രണ്ട് പ്രപഞ്ചം, രണ്ട് ലോകം, ഇരു ലോകം, ദുന്യാവും ആഖിറവും. അതിൽ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു രണ്ടു വിഭാഗം, വർഗം അഥവാ മനുഷ്യനും ജിന്നും. സഖല് എന്ന് പറഞ്ഞാൽ ഭാരം, ദുന്യാവിന് ഭാരം തൂങ്ങുന്ന രണ്ട് വിഭാഗമാണ് മനുഷ്യനും ജിന്നും. അല്ലെങ്കിൽ പാപങ്ങളെ കൊണ്ട് ഭാരമുള്ളവരായി തീരുന്നവരാണ് ഇൻസും ജിന്നും. അതുകൊണ്ടായിരിക്കും അവർക്കാണ് സഖലിന് പേര് വെച്ചിട്ടുള്ളത്. ഒന്നുകൂടി ഇറങ്ങുന്നു വൽ ഫരീഖ്, കഴിഞ്ഞ് രണ്ട് ടീമിൻ്റെയും നേതാവാണ്, രണ്ട് കക്ഷികളുടെയും. ഏതാണ് രണ്ട് കക്ഷി? ഉറുബ്, അറബ് എന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഉറുബ്. അറബികളാലും മീൻ അജമിൻ, അജമികളാലുമുള്ള രണ്ട് ടീം. അജം എന്ന് പറഞ്ഞാൽ അറബികളല്ലാത്തവരൊക്കെ അജമിൽപ്പെടും. ഇപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും നേതാവാണ്, ജിന്നിൻ്റെയും ഇൻസിൻ്റെയും നേതാവാണ്, അറബികളുടെയും അനറബികളുടെയും നേതാവാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നേതാവ്, ലീഡർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മേറാജിൻ്റെ രാത്രിയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സീമകൾ ലംഘിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാണം നടത്തിക്കുക വഴി ആ നേതൃത്വ പദവി വിളംബരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളെ മഹ്ശറ ചെല്ലുന്ന സമയത്ത് സൃഷ്ടികൾ മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്താണ്. അവിടെയും നേതാവ് അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാകുന്ന റബ്ബുൽ ഇസ്സത്ത്, റബ്ബുൽ ആലമീൻ, പ്രപഞ്ചത്തിൻ്റെ സംവിധായകനാകുന്ന സംരക്ഷകനാകുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹു, റഹ്മത്തുൽ ലിൽ ആലമീൻ, അതേ പ്രപഞ്ചത്തിന് കാരുണ്യമായിട്ട് നിയോഗിച്ചിട്ടുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പ്രശംസിച്ചിട്ടുള്ള ആ പ്രേമഭാജനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എങ്ങനെ സ്നേഹിക്കാതിരിക്കും, എങ്ങനെ ആദരിക്കാതിരിക്കും, എങ്ങനെ ബഹുമാനിക്കാതിരിക്കും? എല്ലാറ്റിൻ്റെയും നേതാവ്. ആ നേതാവ് ഇല്ലായിരുന്നുവെങ്കിൽ ദുന്യാവിൽ തന്നെ ആസ്തിക്യമുണ്ടാകുമായിരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. മുഹമ്മദ് നബിയാണത്. സയ്യിദുൽ കൗനൈൻ, ഈ ലോകത്തിൻ്റെയും നേതാവ്.
വസ്സഖലൈൻ ഇരു വർഗത്തിൻ്റെയും നേതാവ്, വൽ ഫരീഖൈൻ ഇരു കക്ഷികളുടെയും നേതാവ്, മിൻ ഉറുബിൻ വമിൻ അജമിൻ അറബികളും അനറബികളുമായിട്ടുള്ള മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. വസ്സഖലൈനി എന്ന് പറയുന്ന വാക്കിൻ്റെ നൂന് രണ്ടാമത്തെ വരിയിൽ ഉൾപ്പെട്ടതാണ്. വസ്സഖലൈനി വൽ ഫരീഖൈനി എന്നാണ് ഇതിൻ്റെ പ്രയോഗം. وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم.